നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വാഗതം. നമ്മൾ നോക്കുമ്പോൾ ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഇത്തരം നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഗവൺമെന്റ് സ്കൂൾസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഇത് നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു ഇത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ഈ ഒരു ആർട്ടിക്കിളിന്റെ ഒരു പ്രീവിയസ് വേർഷൻ നമ്മൾ ഇതിന് മുമ്പത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പത്തെ DNA ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ സ്കൂളുകളിൽ എസ്പെഷ്യലി ഈ പറഞ്ഞ ഒരു റഫ് ഐഡിയ ആയിട്ട് ഇന്ത്യയിലെ സ്കൂളുകളിൽ ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറിലെ ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്ര സ്കൂളുകളിൽ ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രോപ്പർ ആയിട്ടുള്ള ടോയ്ലറ്ററി ഫെസിലിറ്റീസ് ഇല്ലാത്ത ഇത്രത്തോളം സ്കൂളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെ ഒരു റഫ് ഐഡിയ വെച്ചിട്ട് നമ്മൾ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2-3 വീക്സ് മുമ്പാണ് നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഈ ഒരു ആർട്ടിക്കിളിൽ വന്നിരിക്കുന്ന കൃത്യമായിട്ടും ഗവൺമെന്റ് സ്കൂളുകൾസിനെ പറഞ്ഞ കമ്പാരിസൺ ആണ് വിത്ത് പ്രൈവറ്റ് സ്കൂൾസുമായിട്ട് ഓരോരോ മേഖലകളിൽ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്റർനെറ്റ് ഫെസിലിറ്റി, അതുപോലെ ടോയ്ലറ്ററി ഫെസിലിറ്റീസ്, അങ്ങനെ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടും ഗവൺമെന്റ് സ്കൂൾസിനെയും അതുപോലെ തന്നെ പ്രൈവറ്റ് സ്കൂൾസിനെ വെച്ചിട്ടുള്ള കമ്പാരിസൺ ആണ്. ഒരു 10 ഇയേഴ്സിന്റെ ഡേറ്റ 2014 തൊട്ട് 2024 വരെയുള്ള അവസ്ഥയിൽ ആ ഓരോ പാരാമീറ്റേഴ്സിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ നമുക്ക് ഇവിടുന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ടു എൻ എക്സ്റ്റെന്റ് മെയിൻസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് കൂടിയാണ്, ഒരു ഏരിയ ഓഫ് ടോപ്പിക് ആണ് ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഗവൺമെന്റ് സ്കൂൾസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രിലിംസ് ഓറിയന്റഡ് ടോപ്പിക്കാണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. മിയാവാക്കി ഫോറസ്റ്റ് എന്നുള്ള ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഈ ഒരു ടോപ്പിക് നിങ്ങൾ PYQs എസ്പെഷ്യലി പ്രിലിംസിന്റെ PYQs അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് മിയാവാക്കി ഫോറസ്റ്റ്. ഇതിനു മുമ്പും പ്രിലിംസിലെ UPSC ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. എനിവേ ആ ഒരു ടോപ്പിക് വന്നിരിക്കുന്നതാണ്, നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ ടോപ്പിക്ക് നമ്മുടെ നാഷണൽ ടർമറിക് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗവൺമെന്റ് നാഷണൽ ടർമറിക് ബോർഡ് ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതിന്റെ പുതിയ ചെയർപേഴ്സണൊക്കെ തന്നെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബോർഡുകളെ കുറിച്ചിട്ട് മീൻസ് ടർമറിക് ബോർഡ്, കോഫി ബോർഡ്, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ പലപ്പോഴും PYQs നോക്കുവാണെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഇവയുടെ കറസ്പോണ്ടിങ് ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഈ ടർമറിക് ബോർഡിനെ കുറിച്ചിട്ടാണെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആയിട്ടൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ട് അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതാണ്. ഗവൺമെന്റ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവർണൻസിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും ആ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നത്. ദെൻ നാലാമത്തെ ടോപ്പിക്ക് പോക്സോ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചൈൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള അബ്യൂസും കാര്യങ്ങളൊക്കെ നടക്കാൻ മീൻസ് അതുമൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്ന ഇന്ത്യയിലെ ആക്ട് ആണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. മൈനർ കുട്ടികൾക്കെതിരായിട്ട് അതിക്രമങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾ ഒരുപക്ഷെ വാർത്ത കേട്ടിട്ടുണ്ടാവും. ആ ഒരു മീൻസ് ആ ഒരു അക്യൂസിനെതിരായിട്ട് പോലീസൊക്കെ ആണെങ്കിലും ചാർജ് ചെയ്യുന്ന ഒരു പോക്സോ ആക്ട് പ്രകാരമാണ് കേസ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ആ പോക്സോ ആക്ടിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് ഇൻ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവർണൻസ്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തതിനു ശേഷം ഇതിൽ നിന്നും ഒരു മോഡൽ MCQ പ്രിലിംസ് MCQ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഗവൺമെന്റ് സ്കൂൾസ് ക്യാച്ചിങ് അപ്പ് വിത്ത് പ്രൈവറ്റ് വൺസ് ഇൻ 2024 എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ 2 ടേബിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ടേബിളും നമുക്ക് വിശദമായിട്ട് നോക്കേണ്ടതാണ്. ഇതിൽ ഫസ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഗവൺമെന്റ് സ്കൂൾസും പ്രൈവറ്റ് സ്കൂൾസും തമ്മിലുള്ള ഒരു കമ്പാരിസനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ടേബിൾ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ റൂറൽ ഏരിയസിലെ സ്കൂളുകളെയും അർബൻ ഏരിയസിലെ സ്കൂളുകളെ ഉദ്ദേശിക്കുന്നത്. അതായത് റൂറൽ ഏരിയയിലുള്ള ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് സ്കൂളുകളും അർബൻ ഏരിയയിലുള്ള ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് സ്കൂൾസ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മളിവിടെ രണ്ടാമത്തെ ടേബിളിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ടേബിളിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ടേബിളിൽ നമ്മൾ ഓരോരോ ജസ്റ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നമ്മളൊരു 3 ആഴ്ച മുമ്പ് ഇതുപോലൊരു ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ജസ്റ്റ് നമ്മളൊരു റഫ് ഐഡിയ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മീൻസ് എങ്ങനെയാണ് ഗവൺമെന്റ് സ്കൂളുകളുടെയും ഒരു പ്രൈവറ്റ് സ്കൂളുകളുടെയും തമ്മിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഗ്യാപ്പ് എത്രത്തോളം ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഓരോരോ സബ് പോയിന്റുകളായിട്ട് നമ്മളൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ആർട്ടിക്കിളാണ്, നമുക്ക് സബ് പോയിന്റ് ആയിട്ട് വിശദീകരിക്കാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇവിടെ നോക്കി ഫസ്റ്റ് ടോപ്പിക്കിൽ ഫംഗ്ഷണൽ ഇലക്ട്രിസിറ്റി, സ്കൂളുകളിൽ ഫംഗ്ഷണൽ ഇലക്ട്രിസിറ്റിയുടെ സൗകര്യം 2014 44 ഗവൺമെന്റ് സ്കൂളുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നിലവിൽ അത് 44 എന്നല്ല, പെർസെന്റേജ് ആണ്. 44% ഗവൺമെന്റ് സ്കൂൾസിൽ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ 2024 എത്തി നിൽക്കുമ്പോഴേക്കും ഇന്ത്യയിലെ 90% ഗവൺമെന്റ് സ്കൂളുകളിലും ഫംഗ്ഷണൽ ഇലക്ട്രിസിറ്റിയുടെ സൗകര്യം നമുക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഒരു 10 വർഷം കൊണ്ട് നല്ലൊരു ഡബിൾ ഈ പറഞ്ഞ പോലെ ടൈംസ് ഈ പറഞ്ഞ പോലെ ഇംപ്രൂവ് ആക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ പ്രൈവറ്റ് സ്കൂളുകളിൽ 80% ആയിരുന്നു അന്നുണ്ടായിരുന്നത്, ഇതിപ്പോൾ 92% ആയി. ഇപ്പം നമ്മൾ ശരിക്കും പറയുവാണെങ്കിൽ 10 വർഷം മുമ്പ് ശരിക്കും പറയുവാണെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളും ഗവൺമെന്റ് സ്കൂളുകളും ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പ്രൈവറ്റ് സ്കൂളുകളിൽ 80% പ്രൈവറ്റ് സ്കൂളുകളിലും ഇലക്ട്രിസിറ്റി സൗകര്യം ഉണ്ടായിരുന്നപ്പോൾ ഏകദേശം 44% ഗവൺമെന്റ് സ്കൂൾസിൽ മാത്രമേ ആ സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ പറയുവാണെങ്കിൽ 2024 എത്തി നിൽക്കുമ്പോഴേക്കും 90% ഗവൺമെന്റ് സ്കൂളുകളിലും ആ ഒരു ഇലക്ട്രിസിറ്റി സൗകര്യമുണ്ട്, 92% ആ ഒരു പ്രൈവറ്റ് സ്കൂളുകളുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് കുറഞ്ഞത് കണ്ടില്ലേ? നേരത്തെ ഈ പറഞ്ഞ പോലെ 44-ഉം 80 വരുന്ന ആ ഒരു വ്യത്യാസം ഈ പറഞ്ഞ ഇപ്പൊ 90-92 നിൽക്കുക. വിച്ച് മീൻസ് ആ ഒരു വേ ഹെഡ് ആയിട്ടുണ്ട്. മീൻസ് ഹെഡ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരുപാടധികം നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾ ഈ മേഖലയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഫംഗ്ഷണൽ ടോയ്ലറ്റ്സ് ഇന്ത്യയിൽ പലപ്പോഴും നമ്മൾ പെൺകുട്ടികളുടെ പഠനമൊക്കെ നോക്കുവാണെങ്കിൽ 10th കഴിയുമ്പോഴേക്കും വളരെയധികം ഒരു ഡ്രോപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ. അതിൽ പലപ്പോഴും നമ്മളൊരു ആൻസർ ആയിട്ട് കണ്ടെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പോയിന്റ് ആയിട്ട് കണ്ടെത്തിയിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് പ്രോപ്പർ ടോയ്ലറ്ററി ഫെസിലിറ്റീസ് ഇൻ സ്കൂൾസ് ആണ്. അതുകൊണ്ടാണ് പലപ്പോഴും പല രക്ഷിതാക്കളും കുട്ടികളെ സ്കൂളുകളിലേക്ക് വിടാൻ തന്നെ മടിക്കുന്ന ഒരു കാര്യം. ഇവിടെ നോക്കുവാണെങ്കിൽ 10 വർഷം മുമ്പ്
76% ഗവൺമെന്റ് സ്കൂളുകളിലും ടോയ്ലറ്ററി ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ 96% സ്കൂളുകളിലേക്ക് നമുക്ക് ഉയർത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതേ സെയിം നമ്പർ തന്നെയാണ് പ്രൈവറ്റ് സ്കൂളുകളിലുള്ളത്. കണ്ടോ, ഇപ്പൊ ആ 10 വർഷം മുമ്പ് ഈ ഒരു 86-91 നിന്നിരുന്ന ആ ഒരു ഗവൺമെന്റ് പ്രൈവറ്റ് വ്യത്യാസങ്ങൾ ഇപ്പൊ നിലവിൽ നമ്മൾ അത് ഈക്വലൈസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഫംഗ്ഷനിൽ പറഞ്ഞ പോലെ ബോയ്സ് ടോയ്ലറ്റ് ഇതിനെ ഫർദർ ഓൺ ക്ലാസിഫൈ ചെയ്താണ് ഫംഗ്ഷൻ ബോയ്സ് ടോയ്ലറ്റ്സ്, അതുപോലെ ഗേൾസ് ടോയ്ലറ്റ്, അങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം ഇംപ്രൂവ്മെന്റ് കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടതാണ് അവൈലബിലിറ്റി ഓഫ് റാംസ്. അതെ, ഓക്കെ. അതായത് നമ്മൾ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ പബ്ലിക് സ്പേസുകളൊക്കെ തന്നെ നിർമ്മിക്കുമ്പോഴേക്കും അവിടങ്ങളിൽ നമുക്ക് ഡിസേബിലിറ്റി ആക്ട് 2016 പ്രകാരം പബ്ലിക് സ്പേസുകളൊക്കെ പണിയുമ്പോഴേക്കും അവിടെ കൃത്യമായിട്ട് നമ്മൾ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും കൂടെ അവിടെ എൻ്റർ ചെയ്യാൻ പാകത്തിൽ റാമ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ സ്കൂളുകളിൽ റാമ്പുകളുടെ ഫെസിലിറ്റി നോക്കുകയാണെങ്കിൽ 2014 65% സ്കൂളുകളിൽ മാത്രം ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ 85% സ്കൂളുകളിലും റാമ്പ് സൗകര്യം പബ്ലിക് സ്കൂളുകൾ ഗവൺമെന്റ് സ്കൂളുകളിലുണ്ട്. എന്നാൽ ഇവിടെയാണ് പ്രൈവറ്റ് സ്കൂളുകൾ പുറകിൽ നിൽക്കുന്നത്. പ്രൈവറ്റ് സ്കൂളുകളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നിലവിൽ 59% പ്രൈവറ്റ് സ്കൂളുകളിൽ മാത്രമേ ഉള്ളൂ റാമ്പ് ഫെസിലിറ്റി എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം ഇവിടെ ഏത് മേഖലയിലാണ്, അതൊക്കെ വേണമെങ്കിൽ ഫിലിംസിന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം, ഏത് മേഖലയിലാണ് ഗവൺമെന്റ് സ്കൂൾസ് പ്രൈവറ്റ് സ്കൂൾസിനെ ഔട്ട് പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പെർഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൈലബിലിറ്റി ഓഫ് റാംസ് നൽകി, അല്ലെങ്കിൽ കുറച്ചുകൂടെ പറയുവാണെങ്കിൽ ഡിസേബിൾ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളാണ് പ്രവർത്തിക്കുന്നത്. സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ കുറച്ചുകൂടെ സൗകര്യാർത്ഥം പ്രവർത്തിക്കുന്ന എവിടെയാണ് നമ്മുടെ ഗവൺമെന്റ് സ്കൂൾസ് ആണെന്നുള്ള കാര്യം നോക്കുക. ദെൻ കമ്പ്യൂട്ടർ ഫെസിലിറ്റീസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ദർ ഇസ് എ നീഡ് ഫോർ ഇംപ്രൂവ്മെന്റ് ഇൻ ഗവൺമെന്റ് സ്കൂൾസ്. അതായത് ഇപ്പൊ നിലവിൽ പറയുകയാണ് 51% സ്കൂളുകളിലേ ഉള്ളൂ ഇന്റർനെറ്റ് ഫെസിലിറ്റി, കമ്പ്യൂട്ടറിന്റെ ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ അതേ സ്ഥാനത്ത് പ്രൈവറ്റ് സ്കൂളുകൾ നോക്കുവാണെങ്കിൽ 76% പ്രൈവറ്റ് സ്കൂളുകളുണ്ട്. അപ്പൊ അവിടെ നിലവിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ ഗവൺമെന്റ് സ്കൂളുകൾ ഇംപ്രൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. ബിക്കോസ് 15 ആയിരുന്നതാണ് ഇപ്പൊ നമ്മൾ 51 ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അവിടെ നമ്മൾ പ്രൈവറ്റ് സ്കൂൾസുമായിട്ട് ഒരു ഇച്ചിരി ലോവർ ആയിട്ടാണ് ഗവൺമെന്റ് സ്കൂൾസ് നിൽക്കുന്നത്. റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ്, ഇന്റർനെറ്റിന്റെ ഫെസിലിറ്റി, ഇന്റർനെറ്റ് ഫെസിലിറ്റിയും അവൈലബിലിറ്റി ഓഫ് കമ്പ്യൂട്ടറും കൂടെ ചേർത്ത് വേണം നമുക്ക് വെക്കാനായിട്ട്. ബിക്കോസ് ഇന്റർനെറ്റിന്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലുള്ള പ്രോപ്പർ ആയിട്ട് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ മെഡിക്കൽ ചെക്കപ്പ് മേഖലകളിൽ ഈ പറഞ്ഞ പോലെ പറയുവാണെങ്കിൽ ഗവൺമെന്റ് സ്കൂൾസ് പ്രൈവറ്റ് സ്കൂൾസിനേക്കാളും ഔട്ട് പെർഫോം ചെയ്യുന്നത് കൂടുതലായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കാര്യം ഓർക്കുക. ഹാൻഡ് വാഷിംഗ്, അതുപോലെ ലൈബ്രറി ഫെസിലിറ്റീസിലും ഗവൺമെന്റ് സ്കൂൾസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില മേഖലയിൽ നന്നായിട്ട് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് സ്കൂൾസ് പ്രവർത്തിക്കുന്നുണ്ട്. അത് കൃത്യമായി നോക്കാം. അതായത് എസ്പെഷ്യലി ഡിസേബിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള മേഖലയിൽ, അതുപോലെ മെഡിക്കൽ ചെക്കപ്പ്, ഹാൻഡ് വാഷ്, ലൈബ്രറി, ഈ മേഖലകളിലാണ് കൂടുതലായിട്ടും ഗവൺമെന്റ് സ്കൂൾസ് പ്രൈവറ്റ് സ്കൂൾസിനെ കാര്യം പെർഫോം ചെയ്യുന്നുള്ള കാര്യം ഓർക്കുക. എന്നാൽ ഗവൺമെന്റ് സ്കൂൾസിന് ഇനി അങ്ങോട്ടേക്ക് ഏറ്റവും കൂടുതൽ വരേണ്ട ഒരു ഏരിയ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ആൻഡ് കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ്, അവൈലബിലിറ്റി ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഇന്റർനെറ്റ് മേഖലയിൽ നമുക്ക് കുറച്ചും കൂടെ ഉയരാനായിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമ്മൾ രണ്ടാമത്തെ ടേബിളിലേക്കാണ് മൂവ് ഓൺ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ റൂറൽ അർബൻ വ്യത്യാസം നോക്കുന്നത്. ഐ മീൻ ഇവിടെ നമ്മൾ ഗവൺമെന്റ് പ്രൈവറ്റ് സ്കൂൾസ് എന്നല്ല, റൂറൽ ഏരിയയിലുള്ള ഗവൺമെന്റ് പ്രൈവറ്റ്, അതുപോലെ അർബൻ ഏരിയയിലുള്ള ഗവൺമെന്റ് പ്രൈവറ്റ് എന്നുള്ള വ്യത്യാസമാണ് ഇവിടെ നോക്കുന്നത്. ഇവിടങ്ങളിൽ നോക്കി റൂറൽ ഏരിയാസിൽ നിലവിൽ പറയുവാണെങ്കിൽ ഫംഗ്ഷൻ ഇലക്ട്രിസിറ്റി ഉള്ളത് 47% സ്കൂളുകൾ മാത്രമായിരുന്നു 2014 ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ 2024 എത്തി നിൽക്കുമ്പോഴേക്കും 88% സ്കൂളുകളിലും റൂറൽ ഏരിയാസിൽ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അർബൻ ഏരിയസ് നോക്കുവാണെങ്കിൽ പണ്ടത്തെക്കാളും കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് ഇവിടെ നമുക്ക് വരുത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. 85% എന്നുള്ളത് ഇപ്പൊ നമുക്ക് 96% ആക്കി. ഓക്കെ, ഇവിടെ അർബൻ ഏരിയാസിലെ സ്കൂളുകൾ നോക്കുവാണെങ്കിൽ ഫംഗ്ഷണൽ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ 2014 85% സ്കൂളുകളിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ 96% ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് 10 വർഷം മുമ്പ് ശരിക്കും പറഞ്ഞാൽ റൂറൽ അർബൻ നല്ലൊരു ഡിവൈഡ് ഉണ്ടായിരുന്നു. അർബൻ ഏരിയയിലെ 85% സ്കൂളുകളിലും ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നിടത്ത് റൂറൽ ഏരിയയിൽ വെറും 47% സ്കൂളുകളിലും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പറയുവാണെങ്കിൽ ആ വ്യത്യാസം കുറേയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പോഴും വ്യത്യാസം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ആ വ്യത്യാസത്തിന്റെ ഗ്യാപ്പ് നമുക്ക് കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ 96% സ്കൂളുകൾ അർബൻ ഏരിയാസിൽ ഉള്ളിടത്ത് നിന്ന് ഇപ്പം റൂറൽ ഏരിയാസിൽ 88% ത്തിലേക്ക്. അപ്പം ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു 8% റേറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പണ്ട് കാലങ്ങളിൽ അത് ഡബിൾ ആയിരുന്നു. 47 എന്നുള്ളത് ഈ പറഞ്ഞ ഡബിൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 38% വ്യത്യാസം ഉണ്ടായിരുന്നത് ഇപ്പം വെറും ഒരു 8% മാത്രമാക്കി കുറയ്ക്കാൻ പറ്റി. ഇനി കമ്പ്യൂട്ടർ അവൈലബിലിറ്റി കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു. അവിടെ ഗവൺമെന്റ് സ്കൂൾസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും അവൈലബിലിറ്റി ഓഫ് കമ്പ്യൂട്ടറിന്റെ കാര്യത്തിലും അതുപോലെ ഇന്റർനെറ്റിന്റെ കാര്യത്തിലും റൂറൽ അർബൻ വ്യത്യാസം നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. റൂറൽ ഏരിയാസിൽ നോക്കി ഇന്റർനെറ്റ് ഫെസിലിറ്റി ഇപ്പോഴും 50% സ്കൂളിലേ ഉള്ളൂ. നഗരങ്ങളിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം 73% സ്കൂളുകളിലുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ കമ്പ്യൂട്ടറിനെ ആണെങ്കിൽ 53% റൂറൽ ഏരിയ സ്കൂളുകളിലേ ഉള്ളൂ അവൈലബിലിറ്റി ഓഫ് കമ്പ്യൂട്ടർ. നഗരങ്ങളിലാണ് 77% സ്കൂളുകളിലും കമ്പ്യൂട്ടർ അവൈലബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ടോയ്ലറ്ററി മേഖലകളൊക്കെ മീൻസ് ടോയ്ലറ്റ് ഫെസിലിറ്റീസിന്റെ കാര്യത്തിലൊക്കെ തന്നെ റൂറൽ അർബൻ ഈ പറഞ്ഞ പോലെ ഇംപ്രൂവ്മെന്റ് കാഴ്ചവെച്ചിട്ടുണ്ട്. റൂറൽ ഏരിയാസിൽ പറയുമ്പോൾ ടോയ്ലറ്റ് ഫെസിലിറ്റി 95% സ്കൂളുകൾ ഉണ്ട്. അത് പണ്ട് 86 ആയിരുന്നു, 95%ത്തിലേക്ക് ഉയരാനായിട്ട്
സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യമാണ്. അപ്പം റൂറൽ അർബനും തമ്മിൽ നമുക്ക് ഒരു പരിധിവരെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ടത് ഇന്റർനെറ്റ് ആൻഡ് കമ്പ്യൂട്ടർ ഫെസിലിറ്റിയുടെ കാര്യത്തിലാണെന്നുള്ള കാര്യം ഓർക്കാം. അതുപോലെ ഗവൺമെന്റ് പ്രൈവറ്റ് സ്കൂളുകളുടെ കാര്യത്തിൽ ഗവൺമെന്റ് സ്കൂൾസിന് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ടത് എവിടെയൊക്കെയാണ്? ഇന്റർനെറ്റ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് കമ്പ്യൂട്ടർ. ഈ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത് മെയിൻ സ്ലൈറ്റഡ് ആർട്ടിക്കിൾ ആണ്. നമുക്ക് മെയിൻ സ്ലൈറ്റഡ് ആയിട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും ഇൻഫ്രാസ്ട്രക്ചറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ആഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ. സോ ഇനി നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കാണ് മിയാവാക്കി ഫോറസ്റ്റ് ഇൻ ചെന്നൈസ് തിരുവിക നഗർ പ്ലേഗ്ഡ് ബൈ ഗാർബേജ് വോസ് എന്നുള്ള ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ മാറിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ മിയാവാക്കി ഫോറസ്റ്റ് ആണ്. ബിക്കോസ് ഇവിടെ ഇപ്പം വാർത്ത വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഈ മിയാവാക്കി ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്ത സ്ഥലത്ത് ഗാർബേജ് റിലേറ്റഡ് ഇഷ്യൂസ് കൂടി വരുന്നു എന്നുള്ളതാണ്. സോ എന്തായാലും മിയാവാക്കി ഫോറസ്റ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. സോ മിയാവാക്കി ഫോറസ്റ്റ് ആ പേര് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. ഇത് ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേരല്ല. ഇത് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ഡെവലപ്ഡ് ബൈ ജാപ്പനീസ് ബോട്ടണിസ്റ്റ് ആയ ഡോക്ടർ അക്കീറ മിയാവാക്കിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ടാണ് മിയാവാക്കി ഫോറസ്റ്റ് എന്നുള്ളതിന് അല്ലെങ്കിൽ ഇതിന്റെ ടെക്നിക്ക് മിയാവാക്കി ടെക്നിക്ക് കൊടുത്തിരിക്കുന്നത്. ഇതൊരു യുണീക് മെത്തേഡ് ഓഫ് അഫോറസ്റ്റേഷൻ ആണ്. അഫോറസ്റ്റേഷൻ കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനാണ് നമ്മൾ അഫോറസ്റ്റേഷൻ എന്ന് പറയുന്നു. എക്കോളജിക്കൽ റീസ്റ്റോറേഷൻ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് കൂടിയാണ് ഈ മിയാവാക്കി മെത്തേഡ് അല്ലെങ്കിൽ മിയാവാക്കി ടെക്നിക്ക് അല്ലെങ്കിൽ മിയാവാക്കി ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തഡോളജി ഡോക്ടർ അക്കീറ മിയാവാക്കി ഡെവലപ്പ് ചെയ്ത് 1970s 1970 കാലഘട്ടത്തിലാണ് ഡെവലപ്പ് ചെയ്ത് വിത്ത് ബേസിക് ഒബ്ജക്റ്റീവ് ടു ഡെൻസിഫൈ ഗ്രീൻ കവർ വിത്തിൻ എ സ്മോൾ പാർസൽ ഓഫ് ലാൻഡ്. അതായത് കുറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇടതിങ്ങിയ ഡെൻസർ ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഗ്രീൻ കവർ മരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, ഒരു ഫോറസ്റ്റ് കവർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മിയാവാക്കി മെത്തേഡിന്റെ പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നത്. ഈ ചെറിയ സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കൂടുതൽ ഉദ്ദേശിക്കുന്ന എവിടെയാണ്? നഗരങ്ങളിലാണ്. ബിക്കോസ് നഗരങ്ങളിലാണ് നമുക്ക് സ്ഥലം ഓപ്പൺ സ്പേസസിന് അവൈലബിലിറ്റിയുടെ ഇഷ്യൂസ് ഉണ്ടല്ലോ. ഉള്ള സ്ഥലത്ത് നമ്മൾ മാക്സിമം ഈ പറഞ്ഞ പോലെ ഒരു ഗ്രീൻ കവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള മെത്തഡോളജിയാണ് ഈ മിയാവാക്കി എന്ന് പറയുന്നത്. കാരണം മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് നമുക്ക് ഒരുപാടധികം ഗുണങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ ക്ലൈമറ്റിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ടെമ്പറേച്ചർ ഒക്കെയാണ് നമുക്ക് അത്യാവശ്യം ഈ പറഞ്ഞ നിയന്ത്രിക്കാൻ സാധിക്കും. അത് മഴയുടെ അളവിനെ ഈ പറഞ്ഞ കൃത്യമായിട്ട് ക്രമീകരിക്കാൻ പറ്റും. പൊല്യൂഷൻ നഗരങ്ങളിലൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പൊല്യൂഷൻ. പൊല്യൂഷൻ ഒക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് മരങ്ങൾ നമ്മളെ സഹായിക്കുന്നതാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിലവിൽ നഗരങ്ങളിലെ ഈ ഫോറസ്റ്റ് ഒക്കെ തന്നെ പണിയാൻ മീൻസ് വളർത്തിയെടുക്കാനായിട്ട് സ്ഥലത്തിന്റെ ഒരു അപര്യാപ്തതയുണ്ട്, പരിമിതിയുണ്ട്. അങ്ങനെയുള്ള ലിമിറ്റഡ് ഏരിയ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് മാക്സിമം ഇത്തരത്തിൽ ഡെൻസർ ആയിട്ട് ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന മെത്തേഡാണ് ഈ മിയാവാക്കി എന്ന് പറയുന്നത്. കാരണം മിയാവാക്കി മെത്തേഡിൽ നമ്മൾ നോർമലി ആയിട്ടുള്ള രീതിയിലുള്ള കൃഷിയല്ല അവിടെ നടുന്നതൊക്കെ തന്നെ അവിടെ വ്യത്യസ്തമായ രീതിയിലുള്ള കൃഷി രീതിയാണ്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് ഏകദേശം പുറത്ത് നമ്മൾ നടുന്നതിനേക്കാളും 10 മടങ്ങ് കൂടുതലും അവിടെ ഈ പറഞ്ഞ ഗ്രോത്ത് അവിടെ നടന്ന പ്ലാന്റ്സിന് കാണപ്പെടാറുണ്ട്. ബിക്കോസ് ഇവിടെ ഈ പറഞ്ഞ ഡെൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ഫോറസ്റ്റുകളായിരിക്കും. അതും ഈ പറഞ്ഞ പോലെ റാപ്പിഡ്ലി ആൻഡ് മിമിക് ദ നാച്ചുറൽ ബയോഡൈവേഴ്സിറ്റി ഓഫ് നാച്ചുറൽ നേറ്റീവ് ഫോറസ്റ്റ് ആയിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത്. 2 മുതൽ 4 ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഇൻഡിജിനസ് ട്രീസ് ആയിരിക്കും എവറി സ്ക്വയർ മീറ്ററിൽ നമ്മൾ നടുന്നത്. അപ്പം മിയാവാക്കി മെത്തേഡിൽ എവറി സ്ക്വയർ മീറ്ററിൽ നമ്മൾ നടുന്ന 2 മുതൽ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡിജിനസ് ആയിട്ടുള്ള ട്രീസ് ആണ് കേട്ടോ. ഇൻഡിജിനസ് ആയിട്ടുള്ള ട്രീസ് ആണ് അവിടെ നടുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ദ പ്ലാന്റ്സ് യൂസ്ഡ് ഇൻ മിയാവാക്കി മെത്തേഡ്, ഈ മിയാവാക്കി മെത്തേഡിലൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി സെൽഫ് സസ്റ്റൈനിങ് ആണ്. പ്രത്യേകിച്ച് അതിന് ഈ പറഞ്ഞ പോലെ വെള്ളമോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട യാതൊരു കാര്യമൊന്നുമില്ല. സെൽഫ് സസ്റ്റൈനിങ് ആണ്. ഡോണ്ട് റിക്വയർ റെഗുലർ മെയിൻ്റെനൻസ് ലൈക്ക് മന്യൂറിങ് ആൻഡ് വാട്ടറിങ്. അപ്പൊ അതാണ് ഈ മിയാവാക്കി ഫോറസ്റ്റിന്റെ പ്രത്യേകത എന്ന കാര്യം ഓർത്തിരിക്കണം. പത്രമാണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാൻ. ഇത് പിന്നെ പണ്ട് ഈ പറഞ്ഞ PYQ ആയിട്ട് പ്രിലിംസ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് എന്താണ് ഈ മിയാവാക്കി മെത്തേഡ് എന്നുള്ളത്. മിയാവാക്കി മെത്തേഡ് എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് സ്പേസിൽ മാക്സിമം ഫോറസ്റ്റ് കവർ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ജാപ്പനീസ് ബോട്ടണിസ്റ്റിന്റെ ടെക്നോളജി ആയിരുന്നു. 1970s ഡെവലപ്പ് ചെയ്തത്. ഇതിലൂടെ നമ്മൾ ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആണ്, മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. റാപ്പിഡ്ലി ഗ്രോ ചെയ്യും. ബിക്കോസ് 2 to 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡിജിനസ് ട്രീസ്, ഇൻഡിജിനസ് എന്നുള്ള അറിയാട്ടോ, ഇങ്ങനെയൊക്കെയുള്ള ടേം വെച്ചിട്ടാണ് പ്രിലിംസിന് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഇൻഡിജിനസ് ആയിട്ടുള്ള ട്രീസ് ആണ് എവറി സ്ക്വയർ മീറ്ററിൽ നമ്മളിവിടെ പ്ലാൻ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതിലൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്ന മരങ്ങൾക്ക് സെൽഫ് സസ്റ്റൈനിങ് ആണ്, വിച്ച് മീൻസ് അവയ്ക്ക് പ്രത്യേകമായിട്ട് മന്യൂറിങ്ങും വാട്ടറിങ്ങും ഒന്നും തന്നെ ആവശ്യമില്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. അപ്പൊ ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ടുള്ള. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പീയൂഷ് ഗോയൽ ഓൺ ട്യൂസ്ഡേ ഇനോഗ്രേറ്റഡ് ദ നാഷണൽ ടർമറിക് ബോർഡ് ടു ബി ഹെഡ് ക്വാർട്ടേഡ് ഇൻ നിസാമാബാദ് എന്നുള്ള കാര്യം ഓർത്തിരി. അപ്പം ഇവിടെ തന്നെ നമ്മൾ ഒരു കാര്യം പഠിച്ചു. നാഷണൽ ടർമറിക് ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? നിസാമാബാദിലാണ്, തെലങ്കാനയിൽ നിസാമാബാദിൽ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ ഇനി എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു ബോർഡ് പുതിയതായിട്ട് നമ്മൾ വന്നതാണ്, അതിനെ ഓർത്തിരിക്കാം. ഇതൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, വിച്ച് മീൻസ് ഈ പറഞ്ഞ പോലെ നോൺ സ്റ്റാറ്റ്യൂട്ടറി അതുപോലെ തന്നെ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. നെയ്തർ എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി നോർ എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഈ ഒരു ടർമറിക് ബോർഡ് എന്ന് പറയുന്നത്, നാഷണൽ ടർമറിക് ബോർഡ്. ബിക്കോസ് ഇതൊരു എക്സിക്യൂട്ടീവ് റെസൊല്യൂഷനിലൂടെ പാസ്സായി വന്നിരിക്കുന്ന ഒരു ബോർഡാണ്. അപ്പൊ അത് ഓർത്തിരിക്കണം കേട്ടോ. പരീക്ഷയിൽ വേണമെങ്കിൽ ചോദിക്കാം ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിച്ച് ചോദിക്കാം. ഇതിനങ്ങനെ ലോ ബാക്കപ്പ് ഇല്ല. ഇതൊരു എന്താ പറയുക, ഒരു എക്സിക്യൂട്ടീവ് റെസൊല്യൂഷനോട് ക്യാബിനറ്റ് മന്ത്രിസഭ ഈ പറഞ്ഞ പോലെ പാസ്സാക്കിയതിലൂടെ വന്നിരിക്കുന്ന ഒരു ബോർഡാണ്. സോ
ഇതൊരു നെയ്തർ എ സ്റ്റാറ്റ്യൂട്ടറി നോർ എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നുള്ള കാര്യം ഓർക്കുക. റെസൊല്യൂഷൻ ക്യാബിനറ്റ് റെസൊല്യൂഷൻ പാസ്സായി വന്ന ഒരു ബോഡിയാണ്. ഇതിന്റെ കോമ്പോസിഷൻ ആണ് മെയിൻലി നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് മാറാവുന്നത്. എ ചെയർപേഴ്സൺ ഉണ്ടാവും, അധ്യക്ഷനായിട്ട് ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, ടു ബി അപ്പോയിന്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ ബോർഡിന്റെ ചെയർപേഴ്സൺ അപ്പോയിന്റ് ചെയ്യുന്നത്. ദെൻ എ സെക്രട്ടറി ടു ബി അപ്പോയിന്റഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്. ഇതിന്റെ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ആയിരിക്കും. പിന്നെ ഇതിൽ അംഗങ്ങളായിട്ട് മിനിസ്ട്രി ഓഫ് ആയുഷിന് മെമ്പേഴ്സ് ഉണ്ടാവും, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് ആൾക്കാരുണ്ടാവും, അഗ്രികൾച്ചർ ആൻഡ് ഫാം വെൽഫെയർ, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്നും ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഇതിൽ മെമ്പേഴ്സ് ഉണ്ടാവും. മെമ്പേഴ്സ് ആയിട്ട് വരുന്ന ആരൊക്കെയാണ്? ആയുഷ് മിനിസ്ട്രിയുടെയും ഫാർമസ്യൂട്ടിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അഗ്രികൾച്ചർ ആൻഡ് ഫാം വെൽഫെയർ, ദെൻ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ മെമ്പേഴ്സ് എവിടെ ഉണ്ടാവും? ഈ ഒരു നമ്മുടെ നാഷണൽ ടർമറിക് ബോർഡിലുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. പിന്നെ അതേപോലെ സംസ്ഥാനങ്ങളുടെ ആംഗിളിൽ ഏറ്റവും കൂടുതൽ ടർമറിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്ര, തെലങ്കാന, അതേപോലെ തന്നെ ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് മേഘാലയ, ഈ 3 സ്റ്റേറ്റ്സിൽ നിന്നും പ്രാതിനിധ്യങ്ങൾ ഈ പറഞ്ഞ പോലെ റൊട്ടേഷൻ ബേസിൽ ബോർഡ് അംഗങ്ങളായിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. സോ പിന്നെ ഫാമേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ്സ്, എക്സ്പോർട്ട് റെപ്രസെന്റേറ്റീവ്സ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെപ്രസെന്റേറ്റീവ്സ്, ഇവരെല്ലാവരും ഈ പറഞ്ഞ ഇതിന് അംഗങ്ങളായിട്ടുണ്ടാവും. ഹെഡ് ക്വാർട്ടേഴ്സ് മറക്കാതെ ഓർത്തിരിക്കണം. നാഷണൽ ടർമറിക് ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? നിസാമാബാദ്, തെലങ്കാനയാണെന്നുള്ള കാര്യം മറക്കാതെ ഓർത്തിരുന്നേക്കാം. ഓക്കെ, സോ ദെൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ടർമറിക്കിന്റെ സ്റ്റാറ്റസ് നമ്മൾ ഓർത്തിരിക്കണം. ബിക്കോസ് ഗോൾഡൻ സ്പൈസ് എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന്, ക്രോപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ടർമറിക് ആണ്. സോ ഗോൾഡൻ സ്പൈസ് എന്നറിയപ്പെടുന്ന ക്രോപ്പ് ഏതാണ്? ടർമറിക് ആണ്. പർട്ടിക്കുലർ ദിവസം 20 സ്റ്റേറ്റ്, ഇന്ത്യയിലെ 20 സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായിട്ടും ഇത് കൃഷി ചെയ്യുന്നത്. എസ്പെഷ്യലി പറയുവാണെങ്കിൽ മഹാരാഷ്ട്ര, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മധ്യപ്രദേശ് ആൻഡ് മേഘാലയ എന്നൊക്കെ ഓർത്തിരിക്കുക. അപ്പം ഇന്ത്യയിൽ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ, ടർമറിക് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മധ്യപ്രദേശ് ആൻഡ് മേഘാലയാണ്. ആൻഡ് എമംഗ് ദിസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ഓഫ് ടർമറിക് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക ആൻഡ് തമിഴ്നാടാണ്. മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക ഫോളോഡ് ബൈ തമിഴ്നാടാണ് ലാർജസ്റ്റ് ടർമറിക് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ പ്രധാനമായിട്ട് നമ്മൾ ഈ ടർമറിക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. കയറ്റുമതി ചെയ്യുന്നതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് ബംഗ്ലാദേശ്, UAE, USA, മലേഷ്യ, ഈ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമായിട്ട് ഇന്ത്യയിൽ നിന്നും ടർമറിക് കയറ്റുമതി എന്നുള്ള കാര്യം ഓർക്കുക. ബംഗ്ലാദേശ്, UAE, USA, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക്. ദെൻ ഇന്ത്യ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓവർ 70% ഓഫ് ദ വേൾഡ്സ് ടർമറിക് പ്രൊഡക്ഷൻ. ലോകത്തിലെ 70% ടർമറിക് പ്രൊഡക്ഷനും ഈ പറഞ്ഞ എവിടെ നിന്നാണ് വരുന്നത്, എവിടെയാണ് ഉണ്ടാകുന്നത് ചോദിച്ചാൽ ഇന്ത്യയിൽ നിന്നുമാണ്. വിത്ത് 30 വെറൈറ്റീസ് ഓഫ് ടർമറിക് ബീങ് ഗ്രോൺ ഇൻ ദ കൺട്രി. ഇന്ത്യയിൽ 30 വെറൈറ്റി ടർമറിക് ഗ്രോ ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലോകത്തിന്റെ വേൾഡ്സ് ടർമറിക് പ്രൊഡക്ഷന്റെ 70% എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ഇന്ത്യയിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇന്ത്യ പ്രധാനമായിട്ട് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ചെയ്യുന്ന ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ്? ബംഗ്ലാദേശ്, UAE, USA, മലേഷ്യയിലേക്കാണ്. ലാർജ് പ്രൊഡ്യൂസിംഗ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഓഫ് ടർമറിക് ഏതൊക്കെ ചോദിച്ചാൽ മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക ആൻഡ് തമിഴ്നാടാണ്. ഓക്കെ, പിന്നെ ഗോൾഡൻ സ്പൈസ് എന്നറിയപ്പെടുന്ന ക്രോപ്പ് ഏതെന്ന് ചോദിച്ചാൽ ആൻസറും ടർമറിക് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. Then moving on to our last topic, പോക്സോ കേസ് അഗെയിൻസ്റ്റ് ex-CM ഓഫ് കർണാടക കാൺ ബി ക്വഷ്ഡ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അതായത് കർണാടകയിൽ ex-CM ആയിട്ടുണ്ടായിരുന്ന BS യെദ്യൂരപ്പയ്ക്കെതിരായിട്ട് പോക്സോ കേസ് അത് തള്ളിക്കളയാൻ പറ്റത്തില്ല എന്ന് അവിടുത്തെ ഹൈക്കോടതിയിൽ ഈ പറഞ്ഞ പോലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, CID എന്ന് പറയുന്നത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈ പറഞ്ഞ പോലെ ഫയൽ ചെയ്തിരിക്കുകയാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇവിടെ നമ്മൾ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കണ്ട. വി ക്യാൻ മൂവ് ഓൺ ടു അവർ ടോപ്പിക്, ദാറ്റ് ഇസ് പോക്സോ. ഓക്കെ, പോക്സോ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ മെയിൻലി പഠിച്ചിരിക്കേണ്ടത്. പോക്സോ എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നുള്ളതാണ് പോക്സോ ആക്ടിന്റെ ഫുൾ ഫോം ആയിട്ട് പറയാൻ സാധിക്കുന്നത്. സോ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കോംപ്രഹെൻസീവ് ലോ ആണ്. നമ്മുടെ നാട്ടിലെ സെക്ഷൽ അബ്യൂസ് നേരിടുന്ന കുട്ടികളെ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോംപ്രഹെൻസീവ് ലോ, ഇൻ ദ ഫസ്റ്റ് കോംപ്രഹെൻസീവ് ലോ ഇൻ അവർ കൺട്രിയാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. 2012 ഇത് അനാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന, അഡ്മിനിസ്ട്രേറ്റ് ബൈ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ആക്ട് ആണ് പോക്സോ ആക്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഈ പോക്സോ ആക്ടിലൂടെ നമ്മൾ കുട്ടികളെ സംരക്ഷിക്കുന്നത് സെക്ഷൽ അസോൾട്ടിൽ നിന്നും, സെക്ഷൽ ഹരാസ്മെന്റിൽ നിന്നും, പോണോഗ്രാഫിക് വയലേഷൻസിൽ നിന്നൊക്കെ തന്നെയാണ് നമ്മൾ കുട്ടികളെ ഇതിൽ നിന്നും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രകാരം കുട്ടികൾക്കെതിരായിട്ട് അതിക്രമങ്ങൾ കാണിച്ചിട്ടുള്ള വ്യക്തികളെ അറസ്റ്റ് ചെയ്യുന്നതും ഈ ഒരു വകുപ്പ് പ്രകാരമായിരിക്കും എന്നുള്ള കാര്യം ഓർക്കാം. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കേസുകൾ വിധി പ്രഖ്യാപിക്കാനായിട്ട് അത് പെട്ടെന്ന് കൈകാര്യം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ കോടതികളും ഇതിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇതിന് ഒരേ ഒരു അമെന്റ്മെന്റ് ആണ് നാളിതുവരെ ഉണ്ടായിട്ടുള്ളത്. 2019 അത് വേറെ കുറച്ചും കൂടെ ഈ ഒരു ആക്ട് കുറച്ചും കൂടെ സ്ട്രിഞ്ചന്റ് ആക്കാനായിട്ടാണ്. അതിൽ പറയുന്ന കുറച്ച് ഒഫൻസുകൾക്കെതിരായിട്ട് ഈ പറഞ്ഞ പോലെ പെനാൽറ്റീസ് കുറച്ചുകൂടെ ഹാർഷ് ആക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ അതിന്റെ ഓരോരോ ഈ പറഞ്ഞ പോലെ ഓഫൻസ് ചെയ്ത ആളുകൾക്കെതിരായിട്ട് ചാർജ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടാണ് 2019 അബ്യൂസേഴ്സിനൊക്കെ എതിരായിട്ട് കുറേ കൂടി ഈ പറഞ്ഞ പോലെ ടൈറ്റൻ ചെയ്യാൻ, മീൻസ് ഈ പറഞ്ഞ ഇൻ ഓർഡർ ടു ഡിറ്റർ അബ്യൂസേഴ്സ് ആൻഡ് പ്രൊമോട്ട് എ ഡിഗ്നിഫൈഡ് അപ്ബ്രിങ്ങിങ് കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ 2019 ഇതിനകത്തൊരു അമെന്റ്മെന്റ് കൊണ്ടുവന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ഇനി മെയിൻ ആയിട്ട് ഇതിനകത്ത് പ്രൊവിഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോക്സോ ആക്ടിനകത്ത് ജെൻഡർ ന്യൂട്രൽ ലെജിസ്ലേഷൻ ആണ്, വിച്ച് മീൻസ് ഈ ഒരു ആക്ടിനകത്ത് ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൽ ഫീമെയിൽ എന്നല്ല, എനി പേഴ്സൺ അണ്ടർ ദ ഏജ് ഓഫ് 18. അപ്പം പോക്സോ ആക്ട് പ്രകാരം ഈ പറഞ്ഞ പോലെ ഒരു ആക്ടിനകത്ത് ചൈൽഡ്
ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി പേഴ്സൺ ബിലോ ദ ഏജ് ഓഫ് 18 ആണ് കൽപ്പിക്കപ്പെടുന്നത്. മെയിൽ ആകാം, ഫീമെയിൽ ആകാം. ദെൻ ഈ ഒരു ആക്ട് പ്രകാരം നമ്മുടെ ഇപ്പോൾ ഓഫീസിനകത്താണെങ്കിൽ, നമ്മുടെ ഓഫീസിലാണെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരു ഈ പറഞ്ഞ പോലെ സബോർഡിനേറ്റ് ഈ ഒരു ഒഫൻസ് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ, കൺസേൺ അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ അതും ഒരു കുറ്റകരമായിട്ടാണ് ഈ ഒരു ആക്ടിനകത്ത് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നോ ടൈം ലിമിറ്റ് ഫോർ റിപ്പോർട്ടിംഗ് ആൻഡ് അബ്യൂസ്. ഒരിടത്തൊരു കുറ്റകൃത്യം ഒരു കുട്ടിക്കെതിരായിട്ട് ഈ പറഞ്ഞ അതിക്രമം നടന്നു വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ക്രൈം ഈ പറഞ്ഞ റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ താമസിച്ചാലും ആ ക്രൈമിനെതിരെ കേസ് എടുക്കാനായിട്ട് സാധിക്കും. മേ ബി ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ആ റിപ്പോർട്ട് ചെയ്യുന്നത് വിചാരിച്ചു, അന്ന് വേണമെങ്കിൽ അന്ന് ഈ പറഞ്ഞ പോലെ കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ എ വിക്ടിം മേ റിപ്പോർട്ട് ആൻ ഒഫൻസ് അറ്റ് എനി ടൈം ഈവൻ ഇയേഴ്സ് ആഫ്റ്റർ ദ അബ്യൂസ് ഹാസ് ഒക്കേർഡ് എന്നുള്ള കാര്യം നോക്കാം. അതൊക്കെ പ്രിലിംസിന് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഒരു സംഭവം നടന്നു, അബ്യൂസ് നടന്നു, അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനായിട്ട് കേസ് ചാർജ് ചെയ്യപ്പെടാം എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ദെൻ കീപ്പിംഗ് വിക്ടിംസ് ഐഡന്റിറ്റി കോൺഫിഡൻഷ്യൽ. അതിനകത്ത് ഏത് വിക്ടിം ആണ് ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്ന ആളെ കുറിച്ച് വിവരങ്ങൾ പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു ആക്ട് പ്രത്യേകത. സോ ദ ആക്ട് ഫോർബിഡ്സ് ഡിസ്ക്ലോഷർ ഓഫ് ദ വിക്ടിംസ് ഐഡന്റിറ്റി ഇൻ എനി ഫോം ഓഫ് മീഡിയ അൺലെസ് ഓതറൈസ്ഡ് ബൈ ദ സ്പെഷ്യൽ കോഡ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആക്ട്. അൺലെസ് ഈ പറഞ്ഞ ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്ത സ്പെഷ്യൽ കോഡ് അനുവദിക്കാതെ വിക്ടിമിന്റെ പേര് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വിടാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഈ ഒരു ആക്ട് എന്ന് പറയുന്നത്. ജനറൽ ന്യൂട്രൽ ലെജിസ്ലേഷൻ ആണ്. നോൺ റിപ്പോർട്ടിംഗ് ഈസ് ക്രൈം ആണ് ഇതിനകത്ത്. നോ ടൈം ലിമിറ്റ് ഫോർ റിപ്പോർട്ടിംഗ് അബ്യൂസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ലാസ്റ്റ് കീപ്പിംഗ് വിക്ടിംസ് ഐഡന്റിറ്റി കോൺഫിഡൻഷ്യലും കൂടിയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. സോ ദെൻ നിലവിൽ നമ്മൾ കുറച്ച് ഡേറ്റ നോക്കണം. അതായത് നിലവിൽ ഈ ഒരു പോക്സോ ആക്ട് ഒക്കെ നമ്മൾ പരിശോധിക്കാൻ കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ലൈക്ക് പറയുവാണെങ്കിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2022-23 കാലഘട്ടത്തെ ഡേറ്റ പരിശോധിക്കുമ്പോഴേക്കും 2016 മുതൽ 22 വരെയുള്ള ഒരു 6 വർഷ കാലയളവിൽ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളുടെ വർധനവ് 96% ആണെന്നുള്ള കാര്യം ഓർത്തിരുന്നേക്കുക. ചിൽഡ്രൻ ഫേസ് ചെയ്യുന്ന സെക്ഷൽ വയലൻസുകളിലൊക്കെ 96% വർധനവ്. അതായത് 2022-23 കാലഘട്ടത്തിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ചൈൽഡ് റേപ്പ് ആൻഡ് പെനിട്രേറ്റീവ് അസോൾട്ട് കേസുകൾ 38,911 കേസുകളാണ്. ഈ പറഞ്ഞ ഈ നമ്പറുകൾ, ആ നമ്പർ അത് ഒബ്വിയസ്ലി ഒഫീഷ്യൽ മീൻസ് ഒറിജിനൽ നമ്പർ ആയിരിക്കത്തില്ല. ബിക്കോസ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്രയോ കേസുകൾ ഉണ്ടായിരിക്കാം. ഇവൻ റിപ്പോർട്ട് ചെയ്തില്ല ക്രൈം ആണെന്ന് പറയുമ്പോൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരുപാട് കേസുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. 38,911 കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ തന്നെ 43% ആളുകളും ഈ പറഞ്ഞ റേപ്പ് വിക്ടിംസും മൈനർ ആയിരുന്നു, ലെസ് ദാൻ 18 ഇയേഴ്സ് ആയിരുന്നു എന്നുള്ള കാര്യം, 16 ഇയേഴ്സ് ഒക്കെ ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ മൈനേഴ്സ് ആയിരുന്നു ഇതിനകത്ത് 43% ആളുകളും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, വിക്ടിംസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു കണക്കുകൾ നോക്കുവാണെങ്കിൽ 1 in 5 ഗേൾസും അതുപോലെ 1 in 20 ബോയ്സും ഈ പറഞ്ഞ ചൈൽഡ് സെക്ഷൽ അബ്യൂസിന് വിധേയമാകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇതിൽ തന്നെ ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ അഡൾട്ട് മെൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ, വിച്ച് മീൻസ് 18 ഇയേഴ്സ് ആൻഡ് എബോവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ലൈഫ് ടൈം മീൻസ് അവരുടെ 18 വയസ്സിന് താഴെയുള്ള കാലഘട്ടത്തിലൊക്കെ അവരിൽ ഈ പറഞ്ഞ സ്ത്രീകളാണെങ്കിൽ 20% സ്ത്രീകളും ഇത്തരത്തിൽ ചൈൽഡ് അബ്യൂസിന് വിധേയമായിട്ടുണ്ട്. പുരുഷന്മാരാണെങ്കിൽ അവരിൽ 5 മുതൽ 10% പുരുഷന്മാരും ഈ ചൈൽഡ് അബ്യൂസിന് വിധേയമായിട്ടുള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ ഇതിൽ കണക്കുകൾ പ്രകാരം നോക്കുമ്പോഴേക്കും ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 7 to 13, 7 മുതൽ 13 വരെയുള്ള കുട്ടികളാണ് ദ മോസ്റ്റ് വൾണറബിൾ ടു ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ആയിട്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കൂടുതലും ശരിക്കും പറയുകയാണെങ്കിൽ 66% കേസുകൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തതിനകത്ത് 66% കേസുകളും ഈ ഒരു കാറ്റഗറിയിലേക്ക് കയറി വരും. 7 മുതൽ 13 എന്നുള്ള കാറ്റഗറിയിലേക്ക് കയറി വരും. അതിൽ നമ്മൾ കണ്ടു 43% മൈനർ കാറ്റഗറിയിലാണ്. മൊത്തം എടുക്കുമ്പോഴേക്കും ആ ഒരു ഇത് വരും. അവിടെ ആ മൈനർ കാറ്റഗറിയിലുള്ളതിൽ 66% ഈ 7 മുതൽ 13 വയസ്സുള്ള കുട്ടികളിലാണ്. അതിൽ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എടുക്കുവാണെങ്കിൽ 1.3% കുട്ടികൾ 6 വയസ്സിൽ താഴെ ഈ പറഞ്ഞ മാത്രം പ്രായമുള്ള വിക്ടിംസ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കാം. ദെൻ യൂത്തിന്റെ കാര്യം, 18 വയസ്സിന് മുകളിലുള്ള യൂത്തിന്റെ കാര്യത്തിൽ അവർ 14 മുതൽ 17 വയസ്സ് കാലഘട്ടത്തിൽ ഇതിൽ 28% ആളുകളും ഈ പറഞ്ഞ സെക്ഷലി അസോൾട്ടഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അസോൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഒരുപാട് നമ്പേഴ്സ് ഇങ്ങനെയുള്ള ക്രൈംസ് നമ്മുടെ നാട്ടിൽ വർദ്ധിപ്പിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിലെ പ്രൊവിഷൻസ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ലോ സ്ട്രിക്റ്റ് ആകണം എന്നുള്ളതാണ് മെയിൻലി നമുക്ക് പറയുന്നത്. കാരണം ബിക്കോസ് ലോ സ്ട്രിക്റ്റ് ആയില്ല എങ്കിൽ ലോയിൽ റിലാക്സേഷൻസ് കാര്യങ്ങൾ വന്നു കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള ക്രൈമുകൾ കുറച്ച് വർദ്ധിക്കാനായിട്ട് ഇടയുണ്ട്. അപ്പൊ അതുകൊണ്ട് ലോ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കണം, അത് കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കണം. പിന്നെ കൃത്യമായിട്ടും ജനറൽ അവയർനെസ്, നമ്മൾ എത്ര ലോ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ജനറൽ പബ്ലിക്കിനെ കൃത്യമായിട്ട് അവയർനെസ് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ക്രൈമുകളൊക്കെ ഒരു പരിധി വരെ നമ്മുടെ നാട്ടിൽ കുറയ്ക്കാനായിട്ടും സാധിക്കുകയുള്ളൂ. സോ ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ദെൻ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ ലാസ്റ്റ് ഒരു MCQ ആണ്. മിയാവാക്കി മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് ആൻസർ കണ്ടെത്തി നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.